പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ സ്നേഹമുള്ളവരെ, മർക്കോസിൻ്റെ സുവിശേഷത്തിൻ്റെ 5-ാം അധ്യായത്തിൻ്റെ 34 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ കാണാനായിട്ട് പരിശ്രമിച്ചത്. മർക്കോസ് 5:24 മുതൽ 34 വരെയാണ് നമ്മൾ ഇതുവരെ കണ്ടത്. 5-ാം അധ്യായത്തിൻ്റെ 34 വരെ. നമുക്കിനിയും ഈ ഭാഗത്ത് കാണാനുള്ളത് 5-ാം അധ്യായത്തിൻ്റെ 35 മുതൽ 43 വരെയുള്ള വാക്യങ്ങളാണ്. മർക്കോസ് 5:35 മുതൽ 43 വരെ. തൊട്ടു മുമ്പുള്ള ഭാഗം നമ്മൾ കണ്ടതാണ്. രക്തസ്രാവക്കാരി സ്ത്രീയെ ഈശോ സ്പർശിച്ചു. ഈശോയുടെ സ്പർശനം അവൾക്ക് കിട്ടി. അവൾ ഈശോയെ തൊട്ടു. ഈശോയിൽ നിന്ന് ശക്തി പുറപ്പെട്ടു. അപ്പം നമ്മൾ പറഞ്ഞത് ഇതാണ്: അവൻ്റെ പാദത്തിൽ ആര് തൊട്ടാലും അവനിൽ നിന്ന് ശക്തി പുറപ്പെടും. അപ്പോൾ നമ്മൾ കുർബാനയുടെ മുമ്പിലിരിക്കുന്ന ഓരോ സന്ദർഭം ഓർത്തോണം, നമ്മിലേക്ക് ശക്തി ഒഴുകുന്നുണ്ട്. ഒരിക്കൽ എൻ്റെ അടുത്ത് നായ്ക്കമ്പറമ്പിൽ അച്ഛൻ്റെ ഒരു അനുഭവം പറഞ്ഞു. അച്ഛൻ പറയുകയാണ്, അച്ഛൻ്റെ അടുത്ത് ഈ കൗൺസിലിങ്ങിന്, കുടുംബ പ്രശ്നം പരിഹരിക്കാൻ ഒക്കെ ആളുകൾ വരുമ്പോൾ അച്ഛൻ 1 മണിക്കൂർ, 2 മണിക്കൂർ, 3 മണിക്കൂർ, 4 മണിക്കൂറൊക്കെ എടുത്ത് ഒരു കേസുമായിട്ടിരിക്കും. തീരില്ല. പ്രത്യേകിച്ച് കുടുംബ പ്രശ്നമാകുമ്പോൾ ഇങ്ങനെ മണിക്കൂറുകളിരിക്കും. അപ്പോൾ അച്ഛൻ ആഫ്രിക്കയിൽ ഏതോ ഒരു സ്ഥലത്ത് ഇങ്ങനെ ധ്യാനിപ്പിക്കുമ്പോൾ അങ്ങനെ കൗൺസിലിങ് ഒത്തിരി സമയം എടുത്തപ്പോൾ അവിടെയുള്ള ഒരച്ഛൻ നായ്ക്കമ്പറമ്പിൽ അച്ഛനോട് പറഞ്ഞു, നിനക്ക് ഞാനൊരു ഉപദേശം തരാമെന്ന് പറഞ്ഞു. ഇങ്ങനെ മണിക്കൂറുകൾ ആളുകളുടെ മുമ്പിൽ ചെലവഴിക്കേണ്ട ആവശ്യമില്ല, അതിനൊരു വഴിയുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഈ പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ചിരിക്കുന്ന സ്ഥലത്ത് ഈ പ്രശ്നമായിട്ട് വരുന്നവരെ കൊണ്ടുപോയി ഇരുത്തുക. 1 മണിക്കൂർ ഈശോയുടെ അടുത്ത് പോയിരിക്കാൻ പറയണമെന്ന്. പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ചിരിക്കുന്നതിൻ്റെ അടുത്ത് പോയിരിക്കണം. ദൂരമല്ല, അടുത്ത് പോയിരിക്കണം. കാരണം എന്താണ്? ജീവനുള്ള കർത്താവല്ലേ. ഇപ്പം ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ എന്നെ ഇവിടെ നിന്ന് കാണുന്നതും അങ്ങ് പുറകിൽ നിന്ന് കാണുന്നതും 2 എക്സ്പീരിയൻസാണ്. നമ്മൾ എന്തെല്ലാം പറഞ്ഞാലും 2 എക്സ്പീരിയൻസാണ്. അപ്പോൾ അടുത്ത് നിൽക്കണം. അപ്പോൾ അച്ഛൻ ഇങ്ങനെ പ്രശ്നമായിട്ട് വരുന്ന ആളുകളോട് പറഞ്ഞ്, നിങ്ങൾ ആരാധന ചാപ്പലിൽ ചെന്ന് കുർബാനയോട് അടുത്തിരുന്ന് 1 മണിക്കൂർ ഇരുന്നിട്ട് വരാൻ പറഞ്ഞു. അച്ഛൻ പറഞ്ഞെന്തെന്നറിയാമോ? അങ്ങനെ ഇരുത്തിയിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു 15 മിനിറ്റ് 20 മിനിറ്റ് കൊണ്ട് പ്രശ്നമെല്ലാം തീർത്ത് വിടാൻ പറ്റും. അച്ഛൻ പറഞ്ഞെന്തെന്നറിയാമോ? ഈ പൈശാചികത വിട്ടുപോകും. കുർബാനയുടെ അടുത്തിരിക്കുമ്പോൾ പൈശാചികത ഇറങ്ങിപ്പോകും. പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പോൾ അതാണ് ഈ നമ്മൾ രക്തസ്രാവക്കാരി യേശുവിനെ തൊട്ടു എന്ന് പറയുമ്പോൾ, അവനിൽ നിന്ന് ശക്തി പുറപ്പെട്ടു എന്ന് പറയുമ്പോൾ, ഇത് ഇന്നും നമുക്ക് ജീവിതത്തിന് ബാധകമായ വചനഭാഗങ്ങളാണ്. പ്രത്യേകിച്ച് കുർബാനയുടെ മുമ്പിൽ, ശുദ്ധ കുർബാനയുടെ മുമ്പിൽ ഇരിക്കുമ്പോൾ നമ്മിലേക്ക് ഒഴുകുന്ന ഒരു ശക്തി അത് വേറെ എവിടെ ഇരുന്നാലും കിട്ടില്ല. കുർബാനയുടെ അടുത്തിരിക്കുമ്പോൾ കിട്ടുന്ന ഒരു പവർ അത് വേറെയാണ്. അപ്പം അങ്ങനെ ആ സ്ത്രീ യേശുവിൻ്റെ പാദാന്തികത്തിൽ തൊട്ടു. അവനിൽ നിന്ന് ശക്തി പുറപ്പെട്ടു. മകളെ, വ്യാധിയിൽ നിന്ന് വിമുക്തയായിരിക്കാം, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു പറഞ്ഞിട്ട് വിട്ടു. ഈ സമയത്ത് നമ്മൾ ഓർക്കേണ്ടത്, കർത്താവ് എങ്ങോട്ട് പോവാ? ജായിറോസിൻ്റെ വീട്ടിൽ പോവാണ്. ഈ മനുഷ്യൻ ആകെ 2 കൈയും വിട്ട് നിൽക്കുകയാണ്, നിലവിട്ട് നിൽക്കുകയാണ്. കാരണം എന്താണ്? പറഞ്ഞെന്താ? എൻ്റെ കൊച്ചു മകള് മരിക്കാറായിട്ട് കിടക്കുകയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഒരപ്പൻ്റെ മനസ്സിൽ ടെൻഷനാണ്. ഇപ്പം കർത്താവ് ഇങ്ങനെ, ഇപ്പോൾ അച്ഛനെ പ്രാർത്ഥിക്കാൻ വിളിച്ചുകൊണ്ട് പോയാൽ അച്ഛൻ പോകുന്ന വഴിക്ക് എല്ലാ വീട്ടിലും കയറി അവിടുത്തെ വിവരമൊക്കെ അന്വേഷിച്ച് അപ്പം അച്ഛനെ കൊണ്ടുപോകുന്ന ആൾ ടെൻഷൻ അടിക്കും. അച്ഛൻ എൻ്റെ വീട്ടിൽ ഞാൻ വിളിച്ചുകൊണ്ട് പോവാണ്, എൻ്റെ മകള് സീരിയസ് ആയിട്ട് കിടക്കുകയാണ്, അച്ഛൻ വന്നെന്ന് പ്രാർത്ഥിക്കണം, പ്രാർത്ഥിക്കുമ്പോൾ സുഖപ്പെടും. നമ്മൾ അതിനിടയ്ക്ക് ഒരു 16 വീട്ടിൽ കയറി പോയാലോ? ഇയാൾ വളരെ ടെറിബിളി ടെൻസ്ഡാണ്, അപ്സെറ്റാണ് ഈ മനുഷ്യൻ. അപ്പോൾ രക്തസ്രാവക്കാരി സ്ത്രീയെ പറഞ്ഞു വിട്ടു. ഒരു 10-15 മിനിറ്റ് അങ്ങനെ പോയി കാണുവേ. ഇയാൾ അസ്വസ്ഥനായിട്ട് നിൽക്കുകയാണ്. അന്നേരമാണ് സിനഗോഗ് അധികാരി യേശു സംസാരിച്ചു കൊണ്ടിരിക്കെ, ആരോട്? ഈ സ്ത്രീയോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. ഒരു വാക്യം സംസാരിച്ചത് ഇതിനകത്ത് എഴുതിയിട്ടുള്ളൂ. ഇത് മാത്രമല്ല, അവളോട് സ്നേഹത്തോടെ യേശു സംസാരിച്ചിട്ടുണ്ടാവും. സംസാരിച്ചു കൊണ്ടിരിക്കെ സിനഗോഗ് അധികാരിയുടെ വീട്ടിൽ നിന്ന് ആളുകൾ വന്ന് പറഞ്ഞു, നിന്റെ മകള് മരിച്ചു. ഇനി ഗുരുവിനെ എന്തിന് ബുദ്ധിമുട്ടിക്കുന്നു? ബുദ്ധിമുട്ടിക്കണ്ട. കേട്ടോണേ,
ബുദ്ധിമുട്ടിക്കണ്ട, മരിച്ചു. ബുദ്ധിമുട്ടിക്കണ്ട, മരിച്ചു. കർത്താവ് ജായിറോസിനോട് എന്താ പറയുന്നത്? ബുദ്ധിമുട്ടിക്കണം, മരിച്ചിട്ടില്ല. അതായത് ഈ കേസ് ക്ലോസ് ചെയ്യരുത് ഒരു സ്റ്റേജിലും. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഒരു കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ പ്രതിസന്ധി വന്നാലും നെഗറ്റീവ് എക്സ്പീരിയൻസ് വന്നാൽ ഈ കേസ് ക്ലോസ് ചെയ്യരുത്, ഈ ചാപ്റ്റർ ക്ലോസ് ചെയ്യരുത്, അടയ്ക്കരുത്. ബുദ്ധിമുട്ടിക്കണം. ഇയാൾ എന്താ പറയണ്ടേ? മരിച്ചു എന്നാണ് ഇൻഫർമേഷൻ കിട്ടിയിരിക്കുന്നത്, പക്ഷേ നീ വരണം, വന്ന് ഉയർപ്പിക്കണം. കർത്താവ് പറയാണ്. ആളുകൾ അങ്ങനെ പലതും പറയും. ആളുകൾ പറയും മതി, ഇനിയിപ്പം പള്ളിയിലൊന്നും പോകണ്ട, തീർന്നു, ഇനിയിപ്പോൾ അച്ഛനെ ബുദ്ധിമുട്ടിക്കണ്ട, തീർന്നു, ആള് തീർന്നു. എന്താ സാഹചര്യം ആവട്ടെ, കേസ് അടയ്ക്കരുതെന്നായി പറയുന്നത്. ഇപ്പം ജായിറോസിൻ്റെ വീട്ടിൽ നിന്ന് ആളുകൾ വന്ന് പറയുകയാണ്, നിൻ്റെ മകൾ മരിച്ചു, ഗുരുവിനെ ഇനി എന്തിനു ബുദ്ധിമുട്ടിക്കുന്നു? അപ്പം ജായിറോസ് ഒന്നാമതേ അസ്വസ്ഥനാണ്, ഈ താമസിക്കുന്നുണ്ട്, ലേറ്റ് ആവുന്നുണ്ട്. പിന്നെ വീട്ടിൽ നിന്ന് ആളുകൾ വന്ന് ഇത് പറയുകയും ചെയ്തു. അപ്പോൾ ഈശോയ്ക്ക് മനസ്സിലായി ജായിറോസ് ആകെ വിഷമിച്ച് നിൽക്കണം. ഉടനെ ജായിറോസിനോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. ഞാൻ തൊട്ട് മുമ്പ് ഒരു ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, വിശ്വാസത്തിൻ്റെ വിപരീത പദം അവിശ്വാസമല്ല, ഭയമാണ്. ഫിയർ ആൻഡ് ഫെയ്ത്ത്, ഇത് തമ്മിലുള്ള ഒരു കോൺട്രാസ്റ്റ് എപ്പോഴും ഈ മർക്കോസിൻ്റെ സുവിശേഷത്തിലുണ്ട്. വിശ്വാസം, ഭയം, വിശ്വാസം, ഭയം. ഭയം ഉണ്ടെങ്കിൽ എന്താ അർത്ഥം? വിശ്വാസം ഇല്ല. വിശ്വാസം ഉണ്ടെങ്കിൽ എന്താ അർത്ഥം? ഭയം ഉണ്ടാവില്ല. മനസ്സിലാവുന്നോ? ഭയപ്പെടണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക, വിശ്വസിക്കുക മാത്രം ചെയ്യുക, പേടിക്കാതിരിക്കുക. ഇപ്പോൾ ഒരു കാര്യം ഓർക്കേണ്ടതെന്ന് അറിയാം, ചില കാര്യങ്ങൾ ലേറ്റാവുമ്പോൾ പ്രയാസപ്പെടരുത്. പ്രാർത്ഥിച്ച ചില കാര്യങ്ങൾക്ക് മറുപടി വരാൻ വൈകുമ്പോൾ പ്രയാസപ്പെടരുത്. 15 മിനിറ്റ് നേരത്തെ ചെന്നായിരുന്നെങ്കിൽ ജീവനുള്ള രോഗിയായ ഒരാളെ സുഖപ്പെടുത്തി എന്നതായിരുന്നു റിസൾട്ട്. 15 മിനിറ്റ് കഴിഞ്ഞ് എന്നാൽ മരിച്ച ഒരാളെ ഉയർപ്പിച്ചു എന്നതാണ് റിസൾട്ട്. ലേറ്റായാൽ ഇഫക്റ്റിന് വ്യത്യാസം വരും. അതുകൊണ്ട് ലേറ്റ് ആകുമ്പോൾ പ്രയാസപ്പെടരുത്. ചില കാര്യങ്ങൾ ലേറ്റായാൽ അത് നടക്കുമ്പോഴുള്ള അതിൻ്റെ ഫലത്തിന് വ്യത്യാസം, ആ ഫലത്തിൻ്റെ റേഞ്ച് മാറും. ഉദാഹരണം, ലാസർ രോഗിയായിരിക്കുന്നു, വരണേ, പെങ്ങന്മാരാളയച്ചു, കർത്താവ് പോയില്ല. 4 ദിവസം കഴിഞ്ഞാൽ പോയേ. കാരണം എന്താണ്? ഇപ്പം ചെന്നാൽ രോഗിയായ ലാസറിനെ സുഖപ്പെടുത്താം, 4 ദിവസം കഴിഞ്ഞ് ചെന്നാൽ മരിച്ചഴുകാൻ തുടങ്ങിയ ലാസറിനെ ഉയർപ്പിക്കാം. അപ്പം അതുകൊണ്ട് ദൈവത്തിൻ്റെ കണക്ക് കൂട്ടലിൽ എന്നെ ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് ചെയ്തിട്ടുള്ളത് വിശുദ്ധ ആഗസ്തീനോസ് അമ്മയെക്കുറിച്ച് എഴുതിയൊരു ഭാഗമുണ്ട്. മോനിക്ക പുണ്യവതിയെക്കുറിച്ച് എഴുതുമ്പോൾ ആഗസ്തീനോസ് പറഞ്ഞു, 19 വർഷമാണ് എൻ്റെ അമ്മ എൻ്റെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിച്ചത്. 19 വർഷമാണ് എൻ്റെ അമ്മ എൻ്റെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിച്ചത്. പക്ഷേ എൻ്റെ മാനസാന്തരത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയുടെ ഫലം വരാൻ 19 വർഷം എടുത്തു. എന്നിട്ട് അദ്ദേഹം ചോദിക്കുകയാണ്, നിങ്ങൾ എന്ത് വിചാരിക്കുന്നു? നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ കർത്താവ് എൻ്റെ അമ്മയുടെ പ്രാർത്ഥന കേൾക്കാൻ 19 കൊല്ലം എടുത്തു എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഞാൻ അങ്ങനെ ചിന്തിക്കുന്നില്ല. എൻ്റെ അമ്മ പ്രാർത്ഥിച്ച ആദ്യത്തെ മിനിറ്റിൽ തന്നെ അഗസ്റ്റിൻ്റെ മാനസാന്തരം സ്വർഗം കുറിച്ചു വെച്ചു. പക്ഷേ ആ മാനസാന്തരം ഈ ഭൂമിയിൽ എഫക്റ്റ് ആവാൻ 19 കൊല്ലത്തെ കാലതാമസം വെച്ചു. സ്വർഗത്തിലെ ഗവൺമെൻറ് പറഞ്ഞു, ഇത് അനുവദിച്ചിരിക്കുന്നു, പക്ഷെ 19 കൊല്ലം കഴിഞ്ഞ് ചെയ്തു കൊടുത്താൽ മതി. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, 19 വർഷം ആഗസ്തീനോസിൻ്റെ മാനസാന്തരം താമസിച്ചുകൊണ്ട് തിരുസഭയിൽ ഇന്ന് മാനസാന്തരപ്പെട്ടൊരു അഗസ്റ്റിൻ മാത്രമല്ല, മാനസാന്തരപ്പെട്ടൊരു മോനിക്ക കൂടി ഉണ്ടായി. മകൻ മാറാൻ വൈകിയത് കൊണ്ട് അമ്മ മാറി. അപ്പം മക്കളുടെ മാനസാന്തരം വൈകുന്നു, ഭർത്താവിൻ്റെ മാനസാന്തരം വൈകുന്നു, ചില കാര്യങ്ങളിൽ വ്യത്യാസം വരാൻ വൈകുന്നു. എന്താ കാര്യം? കർത്താവിന് ഒരാളെ മാറ്റിയാൽ പോരാ, എല്ലാവരെയും മാറ്റാനുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയാ. അതുകൊണ്ട് ലേറ്റ് ആവുമ്പോൾ ജായിറോസ് അസ്വസ്ഥനാണ്, നമ്മളും അസ്വസ്ഥരാണ് ലേറ്റ് ആവുമ്പോൾ. പക്ഷേ കർത്താവ് പറയാണ്, വിശ്വസിക്കുക, പേടിക്കാതിരി, വിശ്വസിക്കുക മാത്രം ചെയ്യേ, പേടിക്കാതിരിക്കുക. പത്രോസും യാക്കോബിൻ്റെ സഹോദരൻ യോഹന്നാനും ഒഴികെ മറ്റാരും തന്നോടുകൂടെ പോരാൻ അവൻ അനുവദിച്ചില്ല. ബാക്കിയുള്ളവരോടെല്ലാം പറഞ്ഞു, നിങ്ങൾ അവിടെ നിന്നോളാൻ പറഞ്ഞു. എന്നിട്ട്
കർത്താവ് ആ വീട്ടിലേക്ക് ചെന്നു. അവൻ സിനഗോഗ് അധികാരിയുടെ വീട്ടിലെത്തി. അവിടെ ആളുകൾ വലിയ ബഹളം വെക്കുന്നതും, നിങ്ങൾ വായിച്ചു, അവർ സിനഗോഗ് അധികാരിയുടെ വീട്ടിലെത്തി. അവിടെ ആളുകൾ വലിയ ബഹളം വെക്കുന്നതും ഉച്ചത്തിൽ കരയുന്നതും അലമുറയിടുന്നതും അവൻ കണ്ടു. അതാരാണ്? അതായത് ഈ ജെറുസലേമിൽ, ഈ യൂദയായിൽ ഈശോയുടെ കാലത്ത് ആളുകൾ മരിച്ചാൽ ഇന്ന് ഈ കൊയറ് പാടാൻ വരുന്നത് പോലെ കരയാൻ ആൾ വരുമായിരുന്നു. മനസ്സിലായില്ലേ? ഈ വിലാപത്തിന്, ഞാൻ തമാശ പറയുന്നതല്ല, വിലാപത്തിന് ആൾ വരും. അപ്പോൾ നമ്മളിങ്ങനെ ആൾ മരിച്ചോ എന്നറിയാൻ കൊയറുകാർ വിളിച്ചു ചോദിക്കുന്ന പോലെ ഈ വിലാപക്കാരും വിളിച്ചു ചോദിക്കും മരിച്ചോ എന്ന്, കരയാൻ വേണ്ടി, കൊട്ടേഷൻ എടുക്കാൻ വേണ്ടിയിട്ടാണ്. അവർക്ക് പൈസ കൊടുത്താൽ മതി, അവർ വന്ന് കരഞ്ഞ് ഇങ്ങനെ, ഈ കർത്താവ് പറഞ്ഞില്ലേ, നിങ്ങൾ കുഴലൂതി വിലാപഗാനം ആലപിച്ചു എന്നൊക്കെ പറയത്തില്ലേ, അത് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ പ്രൊഫഷണലായ ടീമുകളുണ്ടായിരുന്നു വന്ന് കരയാൻ വേണ്ടി. ഇപ്പോഴും ചില വീടുകളിലൊക്കെ ഉണ്ട് ഇങ്ങനെ, അപ്പച്ചനൊക്കെ മരിച്ച് കിടക്കുകയാണ്, മക്കൾക്കൊന്നും കരയാനില്ലെങ്കിൽ അവർ 2-3 പേരെ പൈസ കൊടുത്ത് വിളിച്ചിരുത്തി ഹൃദയഭേദകമായിട്ട് കരയുന്നത് കാണാം. കർത്താവിൻ്റെ കാലത്ത് അങ്ങനെ ഉണ്ടായിരുന്നു. സീരിയസ് ആണ് കേട്ടോ, ജോക്കല്ല, അങ്ങനെ ഉണ്ടായിരുന്നു. ഹയേർഡ് മോണേഴ്സ് എന്നാണ് അവർ പറയുന്നത്, MOURNER, മോണർ, ഹയേർഡ്, വാടകയ്ക്ക് എടുക്കുന്ന വിലാപക്കാർ, അങ്ങനെയുള്ള ഉണ്ടായിരുന്നു. അപ്പോൾ യുവമാരെല്ലാം കൂടെ ഭയങ്കര ഇതെല്ലാം അടിച്ച് പാടി കരഞ്ഞ്, ഈ കഥാപ്രസംഗത്തിൻ്റെ സെൻറ്റിമെൻ്റൽ മ്യൂസിക് ഇടുന്ന പോലെ ഇങ്ങനെ അടിച്ച് കരഞ്ഞ് നിലവിളിച്ച് ഇങ്ങനെ ഇരിക്കുന്ന സ്ഥലത്തോട്ടാണ് കർത്താവ് കയറി ചെല്ലുന്നത്. അവർ സിനഗോഗ് അധികാരിയുടെ വീട്ടിലെത്തി. അവിടെ ആളുകൾ വലിയ ബഹളം വെക്കുന്നതും ഉച്ചത്തിൽ കരയുന്നതും അലമുറയിടുന്നതും അവൻ കണ്ടു. അകത്ത് പ്രവേശിച്ച് അവൻ അവരോട് പറഞ്ഞു, എന്തിനാണ് നിങ്ങളിങ്ങനെ ബഹളം വെക്കുകയും വിലപിക്കുകയും ചെയ്യുന്നത്? കുട്ടി മരിച്ചിട്ടില്ല, ഉറങ്ങുകയാണ്. അവർ അവനെ പരിഹസിച്ചെന്ന് പറഞ്ഞാൽ അവർ കളിയാക്കിയിട്ട് ഇതടിച്ചു, ടിങ് ടിങ്, മനസ്സിലായില്ലേ? ഇൻസ്ട്രുമെൻ്റൊക്കെ ഇരിക്കുകയല്ലേ. അപ്പോൾ മരിച്ചിട്ടില്ല, ഉറങ്ങുകയാണ്. അവർ അവനെ പരിഹസിച്ചു. അവനാകട്ടെ അവരെ എല്ലാവരെയും പുറത്താക്കി. ഇവരോടെല്ലാം പുറത്ത്, കൊയറുകാരെല്ലാം അങ്ങ് വെളിയിറങ്ങാൻ പറയും. ആ സാധനമെല്ലാം, കീബോർഡെല്ലാം എടുത്ത് ഔട്ട്. അപ്പോൾ ഇവരെല്ലാം സാധനമെല്ലാം, ഈ ചെണ്ടയും സാധനമെല്ലാം എടുത്ത് പുറത്തോട്ട് പോയി. അവർ അവനെ പരിഹസിച്ചു. അവനാകട്ടെ അവരെ എല്ലാവരെയും പുറത്താക്കി. അനന്തരം പെൺകുട്ടിയുടെ മാതാപിതാക്കന്മാരെയും തൻ്റെ കൂടെ ഉണ്ടായിരുന്നേ, പത്രോസ്, യാക്കോബ്, യോഹന്നാൻ, പിന്നെ കൊച്ചിൻ്റെ അപ്പനും അമ്മയും, അവരെ മാത്രം കൂട്ടിക്കൊണ്ട് അവളെ കിടത്തിയിരുന്നിടത്തേക്ക് അവൻ ചെന്നു. ബാക്കി എല്ലാവരും ഇറക്കി അടച്ചു. ഇതിനെന്നറിയാം, ഇതിൻ്റെ സീരിയസ്നെസ് അറിയാത്തവനെ അകത്ത് കയറ്റിയിരുത്തരുത്. അതുകൊണ്ടത് മറ്റവൻ ഈ പൈസയ്ക്ക് വന്നതാ, നല്ലപോലെ കരഞ്ഞാൽ വൈകുന്നേരം കൂലി കിട്ടും, അതിന് വന്നതാണ്. അവൻ ഇവന് നടക്കാൻ പോകുന്ന ദൈവപ്രവൃത്തിയുടെ ഗൗരവം അവൻ അറിയാൻ പാടില്ല. ഇന്നും ഈ കാലികമായ വായനകളുള്ള ടെക്സ്റ്റാണിത്, മനസ്സിലായില്ലേ? അതായത് നമ്മളൊരു ശുശ്രൂഷ, ആരാധന ഷൂട്ട് ചെയ്യാൻ ഒരാൾ വരുന്നു. അവന് ഇത് പരിശുദ്ധ കുർബാനയാണെന്നോ ഇത് പള്ളിയാണെന്നോ ലവലേശം ബോധമില്ലാത്തവനെയാണ് ഈ ക്യാമറയായിട്ട് നിർത്തിയിരിക്കുന്നത്. എല്ലാ കാര്യത്തിലും പാട്ടുകാർ, ഉപകരണങ്ങൾ കൈകാര്യം ചെയ്യുന്നവർ, മൈക്ക് ഓപ്പറേറ്റ് ചെയ്യുന്നവർ, ഇതിൻ്റെ സീരിയസ്നെസ് അറിയാത്തവനെ അകത്ത് കയറ്റരുത്. അതുകൊണ്ടാണ് അബ്രഹാം ഇസഹാക്കിനെ ബലി കഴിക്കാൻ പോകുമ്പോൾ വേലക്കാരോട് പറഞ്ഞു താഴെ നിന്നോളാൻ പറഞ്ഞു. അത്രയും നേരം വേലക്കാരെ കൊണ്ടാ പോയെ. എന്തെന്നറിയും മേളിൽ കൊണ്ടുപോകാത്തെ? നിങ്ങളൊന്ന് ആലോചിച്ചു, അബ്രഹാം ഈ വേലക്കാരെ കൂടെ മേളിൽ കൊണ്ടുപോയാലോ? അബ്രഹാം ഇസഹാക്കിനെ ബലി കഴിക്കാൻ തുടങ്ങുമ്പോൾ യുവമാർ പറയും, കളവിന് ഭ്രാന്തായി എന്ന് പറഞ്ഞിട്ട് യുവമാർ ഓടിച്ചെന്ന് അബ്രഹാമിനെ പിടിച്ച് കെട്ടിയിട്ട് ചെറുക്കനോട് പറയും, ഓടി രക്ഷപ്പെട്ടോടാന്ന് പറയും. ബലി നടക്കില്ല. മനസ്സിലായി? ഇതറിയാത്തവനെ കൊണ്ട് ഇതിനകത്ത് നിർത്തിയാൽ അവനിതിനെ കളിയാക്കും. ബലി നടക്കില്ല. ഇന്നും അതങ്ങനെയാണ്, ബലി നടക്കില്ല. പള്ളിക്കകത്ത്, ആരാധനാ കേന്ദ്രങ്ങളിൽ കൺവെൻഷൻ നടക്കുമ്പോൾ നല്ല മൈക്ക് സെറ്റുകാരനാണെന്ന് പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ വില അറിയാത്തവനെ വിളിക്കരുത്. നല്ല മൈക്ക് സെറ്റുകാരനായിരിക്കും, പക്ഷെ അവൻ അറിയില്ല ഇവിടെ നടക്കുന്ന പരിശുദ്ധാത്മ പ്രവൃത്തിയുടെ വില. അതുകൊണ്ട് അവൻ വേറെ എന്തെങ്കിലും പേക്കുത്തുകൾ കാണിക്കും. അന്നേരം അവരൊക്കെ പറഞ്ഞേ ഹല്ലേലൂയാ.
ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. അപ്പോൾ എല്ലാവരെയും അടിച്ച് വെളിയിലാക്കി, ഇറങ്ങടാന്ന് പറഞ്ഞു. സാധനം എല്ലാം എടുത്ത് പോകോ, വെളിയിൽ നിന്നോ, പൈസ ഇത് കഴിയുമ്പോൾ തരാം എന്ന് പറഞ്ഞിട്ട് പുറത്ത് നിർത്തി. അവർ അവനെ പരിഹസിച്ചു. അവനാകട്ടെ അവരെ എല്ലാവരെയും പുറത്താക്കി. അനന്തരം പെൺകുട്ടിയുടെ മാതാപിതാക്കന്മാരെയും തൻ്റെ കൂടെ ഉണ്ടായിരുന്നവരെയും കൂട്ടിക്കൊണ്ട് അവളെ കിടത്തിയിരുന്നിടത്തേക്ക് അവൻ ചെന്നു. അവൻ അവളുടെ കൈക്ക് പിടിച്ചുകൊണ്ട് ബാലികയെ എഴുന്നേൽക്കുമെന്നർത്ഥമുള്ള തലീത്താക്കും എന്ന് പറഞ്ഞു. ഇതാരാ എഴുതുന്നേ? മർക്കോസാ. മർക്കോസിന് ഈ വിവരങ്ങളൊക്കെ ആരാ പറഞ്ഞു കൊടുത്തേ? പത്രോസാ. പത്രോസ് ഈ സംഭവം നടക്കുമ്പോൾ അവിടെ ഉണ്ട്. ഈ തലീത്താക്കും എന്ന് പറയുന്ന വാക്ക്, ബാലിക എഴുന്നേൽക്കുക എന്ന വാക്ക് അരമായ വാക്കാണ്. മർക്കോസ് സുവിശേഷം എഴുതുന്നത് ഗ്രീക്കിലാണ്. ഗ്രീക്കിൽ എഴുതുമ്പോഴും ആ ഗ്രീക്ക് ടെക്സ്റ്റിനകത്ത് കർത്താവ് പറഞ്ഞ ഈ അരമായ വാക്ക് അതുപോലെ തന്നെ എഴുതി വെച്ചു. മനസ്സിലായോ? ആര് പറഞ്ഞു കൊടുത്താ? പത്രോസ് പറഞ്ഞു കൊടുത്തു. പത്രോസ് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും മർക്കോസിന് തലീത്താക്കവും എന്നവൻ പറഞ്ഞു. അപ്പോൾ ആ നൊസ്റ്റാൾജിക് മെമ്മറിയിലാണ് ഈ വാക്കെഴുതുന്നത്. കർത്താവ് പറഞ്ഞത് പത്രോസൊക്കെ നിറഞ്ഞ മിഴികളോടെ വിടർന്ന കണ്ണുകളോടെ പത്രോസ് മർക്കോസിന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും തലീത്താക്കും എന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ ആ ഓർമ്മകളിൽ നിന്നാണ് ഈ വാക്കൊക്കെ എഴുതുന്നത്. അപ്പോൾ ബാലിക എഴുന്നേൽക്കുമെന്ന് അർത്ഥമുള്ള തലീത്താക്കും എന്ന് പറഞ്ഞു. തൽക്ഷണം ബാലിക എഴുന്നേറ്റ് നടന്നു. അവൾക്ക് 12 വയസ്സ് പ്രായമുണ്ടായിരുന്നു. അവർ അത്യന്തം വിസ്മയിച്ചു. ആരും ഈ വിവരം അറിയരുത് എന്ന് യേശു അവർക്ക് കർശനമായ ആജ്ഞ. നമ്മളാണെ പറഞ്ഞതിനെ ഇവിടെ വന്ന് സാക്ഷ്യം പറയണം, പിന്നെ ഇത് എല്ലായിടത്തും പറയണം, എന്നിട്ട് ഈ സാക്ഷ്യം നിങ്ങൾ കാണുന്നിടത്തെല്ലാം പ്രചരിപ്പിക്കണം. കർത്താവ് പറഞ്ഞു, ഇത് ഒന്നും ആരോടും പറയണ്ട. പറയേണ്ടത് എന്താണ്? പറയേണ്ടത് യേശു നിൻ്റെ രക്ഷകനാണ്. തലവേദന മാറി എന്ന് പറഞ്ഞില്ലേലും സാരമില്ല, കർത്താവ് എന്നെ രക്ഷിച്ചു, അത് പറ. അതാണ് പറയേണ്ടത്. ഓക്കെ. അപ്പോൾ ആരും ഈ വിവരം അറിയരുതെന്ന് യേശു അവർക്ക് കർശനമായ ആജ്ഞ നൽകി. അവൾക്ക് ഭക്ഷണം കൊടുക്കാൻ അവൻ നിർദ്ദേശിച്ചു. ഇവിടെയാണ് കർത്താവിൻ്റെ ചെറിയ കാര്യങ്ങളിലുള്ള കരുതൽ. ഭയങ്കര സംഭവം നടന്നിരിക്കുകയല്ലേ, പിന്നെ എല്ലാ ചാനലുകളെല്ലാം വന്ന്, പത്രക്കാരെല്ലാം വന്ന്, ഭയങ്കര ന്യൂസാണ്. അതിനിടയ്ക്ക് കർത്താവ് ഞാനാണ് ഇതിൻ്റെ കോർഡിനേറ്റർ എന്നും പറഞ്ഞ് നിൽക്കേണ്ട ഒരു സമയമാണിത്. കർത്താവ് പറയാണ്, ഇതൊന്ന് പറയണ്ട, ഞാനാന്ന് പറയണ്ട, നിങ്ങൾ ആ കൊച്ചിനിച്ചിരി ഭക്ഷണം കൊടുക്ക്. കണ്ടോ, നമ്മുടെ കണ്ണ് പോകുന്നിടത്തല്ല കർത്താവിൻ്റെ കണ്ണ് പോകുന്നേ. എന്തിനാ ഈ കൊച്ചിന് ഭക്ഷണം കൊടുക്കണ്ടേ? കുറേ കാലമായിട്ട് വയ്യാതെ കിടന്നൊരു കൊച്ച, ഇത് ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ അതിൻ്റെ ശരീരം ക്ഷീണിച്ച ശരീരമാണ്, അതിന് ആരോഗ്യമില്ല, അതിനെന്തെങ്കിലും കഴിക്കാൻ കൊടുക്ക്. ഇതിനൊരു ആത്മീയ അർത്ഥമുണ്ട്. അത്ഭുതങ്ങളിലൂടെയും അടയാളങ്ങളിലൂടെയും യേശുവിനെ കണ്ടുമുട്ടിയ ആയിരങ്ങളുണ്ട് സഭയിൽ, ഇല്ലേ? അക്രൈസ്തവ സഹോദരങ്ങൾ അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്ന് യേശുവിനെ കണ്ടുമുട്ടി. അങ്ങനെ കണ്ടുമുട്ടിയവർക്ക് തിരുസഭയ്ക്കൊരു ജോലിയുണ്ട്. അവർക്ക് ഭക്ഷണം കൊടുക്കണം. എന്ത്? അവർക്ക് വിശ്വാസത്തിൽ വളരാനുള്ള പരിശീലനം കൊടുക്കണം, ആഹാരം കൊടുക്കണം, ആത്മീയ ഭക്ഷണം കൊടുത്ത് അവരെ വളർത്തണം. അതാണ് ഈ വാക്യത്തിൻ്റെ അർത്ഥം. കർത്താവ് അവരെ ഉയർപ്പിച്ചു, എഴുന്നേൽപ്പിച്ചു. മാതാപിതാക്കന്മാരോട് പറഞ്ഞു, അവരെ ഏൽപ്പിച്ചു കൊടുത്തിട്ട് പറഞ്ഞു ഫുഡ് കൊടുക്കാൻ പറഞ്ഞു. സഭയാണ് ഈ അമ്മ. സഭയുടെ കയ്യിലേക്ക് മാനസാന്തരപ്പെട്ട് തിരിച്ചു വരുന്ന ഓരോ അക്രൈസ്തവനെയും ഓരോ സാധാരണ വിശ്വാസിയും കൊടുത്തിട്ട് കർത്താവ് പറയാണ്, ആഹാരം കൊടുക്ക്. ഇവൾക്ക് ഭക്ഷണം കൊടുക്കണം എന്ന് പറഞ്ഞല്ലോ. എന്താണ് ഈ ഭക്ഷണം? സഭ കൊടുക്കേണ്ട ഭക്ഷണം എന്താണ്? കിറ്റാണോ? കൊറോണ കിറ്റാണോ? അല്ല. സാക്രമെൻറ്റ് ആൻഡ് ദ വേർഡ്, വചനവും കൂദാശകളും. അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ എൻ്റെ ഒരു സങ്കടം ഞാൻ പറഞ്ഞിട്ടുണ്ട് നേരത്തെയും. അതായത് മാമോദീസ സ്വീകരിക്കാൻ 10, 15, 20 വർഷമായിട്ട് ആഗ്രഹിച്ചിട്ട് സ്വീകരിക്കാൻ പറ്റാത്തവർ, അല്ലെങ്കിൽ മാമോദീസ നമ്മൾ കൊടുക്കാത്തത് കൊണ്ട് മാമോദീസ സ്വീകരിക്കാത്തവർ കേരള സഭയിലുണ്ട്. കൊടുക്കില്ല. ഞാനൊരു ചേച്ചിയെ കണ്ടു, ഇവിടെ വന്നാണ്, 20 വർഷമായിട്ട് വികാരിച്ചനോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, മാമോദീസ തരുമോ?
കൊടുക്കില്ല. അങ്ങനെ ചില ആളുകൾ അക്രൈസ്തവർ അവരുടെ ഒരു കൂട്ടായ്മയിൽ സങ്കടം പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഇങ്ങനെ ഞാൻ മാമോദിസ തരുന്നില്ല. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ഇവിടെ വന്ന് മാമോദിസ സ്വീകരിക്കാൻ ബുദ്ധിമുട്ടില്ലെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് മാമോദിസ ഇവിടെ തരാം. പറഞ്ഞുകൊണ്ട് പറയല്ല, മാമോദിസ കൊടുക്കില്ല. 10 വർഷമായിട്ട് മാമോദിസ സ്വീകരിക്കാത്തവരെ ഞാൻ കണ്ടു, 5 വർഷമായിട്ട് സ്വീകരിക്കാത്തവരെ കണ്ടു, 20 വർഷമായിട്ടൊരു ചേച്ചി ഇവിടെ വെച്ച് കണ്ട ഞാൻ മാമോദിസ കൊടുക്കില്ല. അപ്പം ഇത് സഭയുടെ ബാധ്യതയാണ്, ഉത്തരവാദിത്വമാണ്, കടമയാണ്. ഭക്ഷിക്കാൻ കൊടുക്കണം, ദൈവവചനം കൊടുക്കണം, കൂദാശകൾ കൊടുക്കണം. അപ്പോൾ അതാര് ആവശ്യപ്പെട്ടാലും അവർ വിശ്വാസമുണ്ട് എന്ന് ബോധ്യപ്പെട്ടാൽ മാമോദീസ കൊടുക്കാൻ നമ്മുടെ വാതിലുകൾ തുറക്കപ്പെടണം. അത് രൂപതാധ്യക്ഷന്മാർ ആ കാര്യത്തിൽ ശ്രദ്ധ വെക്കണം. അതാത് രൂപതകളിൽ അതിന് നിർദ്ദേശം കൊടുക്കണം. അതിന് നമ്മൾ ആരെയാണ് ഭയക്കുന്നത്? അതാണ് ഒരു കാര്യം. പിന്നെ ഈ ഭാഗം പ്രത്യേകിച്ച് 5-ാം അധ്യായം അവസാനിക്കുകയാണ്. 5-ാം അധ്യായം അവസാനിക്കുമ്പോൾ ഒരു കാര്യം കൂടെയുണ്ട്. നമ്മൾ ഈ ഭാഗത്ത് എന്താ കണ്ടേ? നിങ്ങൾ മറന്നിട്ടില്ലെന്ന് ഞാൻ വിചാരിക്കുന്നു. യേശുവിൻ്റെ ദൈവത്വം മർക്കോസ് പ്രഖ്യാപിക്കുന്ന സംഭവങ്ങളാണ് നമ്മൾ കണ്ടത്. കടലിനെ ശാന്തമാക്കുന്നു, പിശാചിനെ ബഹിഷ്കരിക്കുന്നു, രക്തസ്രാവക്കാരിയെ സുഖപ്പെടുത്തുന്നു, ജായിറോസിൻ്റെ മകളെ ഉയർപ്പിക്കുന്നു. എന്തൊക്കെയാണ് നമ്മൾ കണ്ടത്? പ്രകൃതി ശക്തികളുടെ മേൽ, പൈശാചിക ശക്തികളുടെ മേൽ, രോഗത്തിൻ്റെ മേൽ, മരണത്തിൻ്റെ മേൽ അധികാരമുള്ളവനാണ് യേശു. അപ്പോൾ ഈ 5-ാം അധ്യായം നമ്മൾ വായിച്ച് അവസാനിപ്പിക്കുമ്പോൾ നമുക്ക് മനസ്സിലായി, നമ്മൾ നേരത്തെ കണ്ട നസറത്തിലെ ഒരു തച്ചൻ്റെ മകനായ ചെറുപ്പക്കാരനല്ല ഇത് ദൈവമാണ്. അപ്പോൾ 5-ാം അധ്യായം പൂർത്തിയാവുമ്പോൾ മർക്കോസ് വായനക്കാരുടെ ഹൃദയത്തിൽ ഒരു ബോധ്യം ഇഞ്ചക്റ്റ് ചെയ്യുകയാണ്. നിങ്ങൾ ഇപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്ന പുസ്തകത്തിൽ ആരെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നുവോ അവനൊരു മനുഷ്യനല്ല, അവൻ ദൈവമാണ്. അപ്പോൾ യേശുവിൻ്റെ ദൈവത്വത്തെ ഏറ്റുപറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഈ അധ്യായം അവസാനിപ്പിക്കുന്നത്.